എല്ലാവർക്കും നമസ്കാരം. സോളിനിൻ്റെ പുതിയ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ ആനന്ദ്. ഞാൻ അനു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ സുപ്രധാനമായി പങ്കുവഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ജീവിതത്തിലെ ഭയത്തെയും സമ്മർദ്ദത്തെയും കുറിച്ചാണ്. ഈ ജോലി തിരഞ്ഞെടുക്കുന്നവരുടെ മാനസികാരോഗ്യത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചൊന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. അനു, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജീവിതം എത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് നമുക്കറിയാം. അപകടകരമായ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരിക, ക്രമസമാധാനം നിലനിർത്തുക, നിയമം നടപ്പിലാക്കുക, ഇത് ശാരീരികവും മാനസികവുമായ ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് കാരണമാകും. ശരിയാണ് ആനന്ദ്. ഇതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. ഒന്നാമതായി, അപകട സാധ്യത. പോലീസ് ഉദ്യോഗസ്ഥർക്ക് എപ്പോഴും അപകടം പതുങ്ങിയിരിക്കുന്ന സാഹചര്യങ്ങൾ പ്രവർത്തിക്കേണ്ടി വരുന്നു. അക്രമികൾ, നിയമം ലംഘിക്കുന്നവർ എന്നിവരുമായി ഏറ്റുമുട്ടേണ്ടി വരുന്ന വലിയ മാനസിക ഭാരത്തിന് കാരണമാകും. രണ്ടാമതായി, ജോലിയുടെ സ്വഭാവം. കുറ്റകൃത്യങ്ങൾ, അപകടങ്ങൾ, ദുരന്തങ്ങൾ എന്നിവയുടെ ദൃക്സാക്ഷികളാകേണ്ടി വരുന്നത് അവരുടെ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കും. മൂന്നാമതായി, അധിക ജോലിഭാരം. ഇത് ഓരോ ഉദ്യോഗസ്ഥനും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. നാലാമതായി, പൊതുജനങ്ങളുടെ പ്രതികരണം. എല്ലാ സമയത്തും പോലീസിന്റെ പ്രവർത്തനം അംഗീകരിക്കപ്പെടണമെന്നില്ല. വിമർശനങ്ങളും ആരോപണങ്ങളും അവരെ മാനസികമായി തളർത്താം. അഞ്ചാമതായി, കുടുംബത്തിൽ നിന്നുള്ള അകൽച്ച. ദീർഘനേരം ജോലി ചെയ്യേണ്ടി വരുന്നതിനാൽ കുടുംബാംഗങ്ങളുമായി വേണ്ടത്ര സമയം ചിലവഴിക്കാൻ സാധിക്കാതെ വരുന്നത് വൈകാരികമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും. ഈ സമ്മർദ്ദങ്ങളും ഭയവും പോലീസ് ഉദ്യോഗസ്ഥരുടെ മനഃശാസ്ത്രത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുമല്ലേ അനു? തീർച്ചയായും ആനന്ദ്. ചില പ്രധാന മാറ്റങ്ങൾ നമുക്ക് നോക്കാം. ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അപകടകരമായ സംഭവങ്ങൾ നേരിടേണ്ടി വരുന്നതിലൂടെ ചില ഉദ്യോഗസ്ഥർക്ക് PTSD ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ലക്ഷണങ്ങളായ പഴയ സംഭവങ്ങൾ വീണ്ടും ഓർമ്മയിൽ വരിക, ഉറക്കമില്ലായ്മ, അമിതമായ ഉത്കണ്ഠ എന്നിവ കാണാം. അടുത്തതായി, ബേൺ ഔട്ട്. തുടർച്ചയായ ജോലിഭാരവും വൈകാരികമായ ക്ഷീണവും ബേൺ ഔട്ടിലേക്ക് നയിച്ചേക്കാം. ഇതിലൂടെ ജോലിയിലുള്ള താല്പര്യം കുറയുകയും നിസ്സംഗതയും തോന്നുകയും ചെയ്യും. അടുത്തത്, വിഷാദവും ഉത്കണ്ഠയും. ജോലിയിലെ സമ്മർദ്ദങ്ങളും ഭയവും വിഷാദത്തിലേക്കും ഉത്കണ്ഠ രോഗങ്ങളിലേക്കും നയിച്ചേക്കാം. കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ. ജോലിയിലെ മാനസികാവസ്ഥ വീട്ടിലെ ബന്ധങ്ങളെയും ബാധിക്കാം. ദേഷ്യം, അക്ഷമ, അകൽച്ച എന്നിവയ്ക്കൊക്കെ സാധാരണയായി കാണാറുണ്ട്. അടുത്തതായി, ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ. തുടർച്ചയായ സമ്മർദ്ദം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, രക്തസമ്മർദ്ദം തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാം. അനു, ഈ സാഹചര്യങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാനസിക പിന്തുണയും സഹായവും ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെയാണ് സോളിൻ പോലുള്ള വെൽനസ് ആപ്ലിക്കേഷനുകളുടെ പ്രസക്തി. ശരിയാണ് ആനന്ദ്. എങ്ങനെയാണ് സോളിൻ ആപ്പ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉപകാരപ്രദമാകുന്നത് എന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. സോളിൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നതിലൂടെ അവർക്ക് താഴെ പറയുന്ന പ്രയോജനങ്ങൾ ലഭിക്കും. മൈൻഡ്ഫുൾനെസ് കോഴ്സുകൾ. ജോലിയിലെ സമ്മർദ്ദം കുറയ്ക്കാനും മനസ്സിന് ശാന്തത നൽകാനും സഹായിക്കുന്ന മൈൻഡ്ഫുൾനെസ് കോഴ്സുകൾ ഈ ആപ്പിൽ ലഭ്യമാണ്. ഇത് നിമിഷ നേരം പോലും ശ്രദ്ധയോടെ ഇരിക്കാൻ അവരെ സഹായിക്കും. അടുത്തതായി, സ്ട്രെസ് ഫ്രീ ജീവിതം. ചിട്ടയായ പരിശീലനങ്ങളിലൂടെ ജോലിയിലെ സമ്മർദ്ദങ്ങളെ ഫലപ്രദമായി നേരിടാനും ഒരു സ്ട്രെസ് ഫ്രീ ജീവിതം നയിക്കാനും ഈ ആപ്പ് സഹായിക്കും. അടുത്തതായി, ഗൈഡഡ് മെഡിറ്റേഷൻ. വിദഗ്ധർ നയിക്കുന്ന ധ്യാന സെഷനുകൾ അവരുടെ മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രമാക്കാനും സഹായിക്കും. ഇത് ജോലിയിലെ വെല്ലുവിളികളെ കൂടുതൽ കരുത്തോടെ നേരിടാൻ അവരെ പ്രാപ്തമാക്കും. അടുത്തതായി, വ്യക്തിഗത പരിശീലനം. അവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വ്യക്തിഗത പരിശീലനങ്ങളും ഈ ആപ്പിൽ ലഭ്യമാണ്. ഇത് അവരുടെ മാനസികാരോഗ്യം, വൈകാരികമായ സ്ഥിരതയും മെച്ചപ്പെടുത്താൻ സഹായിക്കും. വളരെ പ്രയോജനകരമായ ഒരു ആപ്ലിക്കേഷനാണല്ലോ ഇത്.
പോലീസ് ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇത് വലിയ ആശ്വാസം നൽകും. ഓർക്കുക, നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും മാനസികമായും ശാരീരികമായും ആരോഗ്യത്തോടെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. അവർക്ക് ആവശ്യമായ പിന്തുണ നൽകേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്. നമ്മുടെ ഇന്നത്തെ ചർച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് എല്ലാവിധ പിന്തുണയും നൽകി അവരുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഞങ്ങളുടെ ഈ പോഡ്കാസ്റ്റ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അടുത്ത ദിവസം പുതിയൊരു വിഷയവുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.